ഡോക്ടർ ജി ഗോപകുമാർ, മോദിക്ക് മുൻപും ശേഷവും ഭാരതത്തെ നേരിൽ കണ്ട് വിലയിരുത്തി ശീലിച്ച ഒരാളാണല്ലോ അങ്ങ്. പുതിയ ഭാരതത്തിന്റെ തലയെടുപ്പിന് മാർക്ക് എത്ര? പല ഘട്ടങ്ങളിലായിട്ടുള്ള വികസനത്തിൻ്റെ സൂചികകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് സാമ്പത്തികം മാത്രമല്ല, രാഷ്ട്രീയ സ്ഥിരതയ്ക്കും അന്തർദേശീയ തലത്തിൽ നമുക്കുണ്ടാക്കിയ നേട്ടങ്ങളും, താഴെത്തട്ടിൽ ജീവിക്കുന്നവർ അവരുടെ എണ്ണം, അവരുടെ രീതി മാറി പട്ടിണിയിൽ നിന്ന് കൂടുതൽ ആൾക്കാർക്ക് ജീവിതത്തിലേക്കും ജീവിത നിലവാരത്തിലേക്കും മാറാൻ കഴിഞ്ഞു എന്നുള്ളതും, അതോടൊപ്പം തന്നെ അടിസ്ഥാന വികസനം ഈ രാജ്യത്തെ അടിമുടി മാറ്റിക്കളയുന്നു എന്നുള്ളതാണ്. അടിസ്ഥാന വികസനമാണ് ഒരു സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതുവഴി വാണിജ്യം വളർന്നു, വ്യവസായം വളർന്നു, നിർമ്മാണ രംഗം, മാനുഫാക്ചറിങ് രംഗം. അപ്പോൾ ഇന്ത്യ ഇന്ന് വളരെയധികം കണക്റ്റഡാണ്. ഇത്രയും വലിയൊരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി കണക്റ്റഡാണ്, രാജ്യത്തിനകത്തും കണക്റ്റഡാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല മേഖലകളിൽ വളർച്ചയുണ്ടായിട്ടുണ്ട്. സ്വകാര്യ മേഖലയുടെ ശക്തി വളർന്നിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടർ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. പ്രൈവറ്റൈസേഷൻ മാത്രമല്ല, എല്ലാ മേഖലകളിലും അതിൻ്റെ വ്യത്യാസം കാണാം. ഇപ്പോൾ ശൂന്യാകാശ ഗവേഷണ രംഗത്ത്, ന്യൂക്ലിയർ ഗവേഷണ രംഗത്ത്, ബയോടെക്നോളജി, പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി നമ്മൾ പണ്ട് മുതൽക്കേ തന്നെ അതൊരു ശക്തിയായി തെളിയിച്ചൊരു മാർഗ്ഗമാണ്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ, ബയോടെക്നോളജി, അങ്ങനെ തുടങ്ങി ഇപ്പോൾ റിന്യൂവബിൾ എനർജിയിൽ വരെ വന്ന് നിൽക്കുന്നു. ഈ പറഞ്ഞ 7-8 കാര്യങ്ങളിൽ ലോകത്തിലെ ആദ്യത്തെ 5 ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് വലിയൊരു നേട്ടമാണ്. ഇത്രയും വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിന് പട്ടിണിയെ മാറ്റുക എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയാണ്. ആ പട്ടിണി കാര്യമായി മാറി എന്നുള്ളത് മാത്രമല്ല, മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടിയുടെ ഇൻറ്റൻസിറ്റിയും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും വളർച്ചയുണ്ടെങ്കിൽ മാത്രമേ അത് കഴിയുകയുള്ളൂ. വിദ്യാഭ്യാസ രംഗത്ത് പുതിയൊരു വിദ്യാഭ്യാസ നയം തന്നെ കൊണ്ടുവന്നു. ആരോഗ്യരംഗത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിനും അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ പ്രോജക്റ്റുകളും പദ്ധതികളും ഒക്കെ കൊണ്ടുവന്നു. ഈ എല്ലാ മേഖലകളും, ഭക്ഷ്യസുരക്ഷ, ന്യൂട്രീഷൻ, ചുരുക്കത്തിൽ ഇവയെല്ലാം കൂടി പരിഗണിച്ചാണ് രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ ഒരുപാട് മുന്നേറാനുണ്ട്. 145 കോടി ജനങ്ങൾ നിൽക്കുമ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട്. ആ മുന്നേറ്റത്തിൻ്റെ ഭാഗം എല്ലാ പേർക്കും അത് എത്തുന്ന രീതിയിലുള്ള ഒരു ഇൻക്ലൂസീവായിട്ടുള്ളൊരു വികസനമാണ് നമ്മൾ കാണുന്നത്. അതിനെയാണ് വികസിത ഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ 2047 സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് കൂടുതൽ വിഷയങ്ങളിലേക്ക് ചർച്ച വരുമ്പോൾ അതിനെക്കുറിച്ച് പ്രതിപാദിക്കാവുന്നതാണ്.